ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ഇന്ന് എല്ലാ ഫ്രണ്ട്സിനും ഈദ് ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആഘോഷമാണല്ലോ ഈദ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത്, ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബ വീടിനടുത്തുള്ള കാര്യങ്ങളാണ് ഈദുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. അവർ ഈദ് വരുന്ന സമയത്ത് എല്ലാ വർഷവും മുറ തെറ്റാതെ നമ്മുടെ വീട്ടിൽ പത്തിരിയും അതുപോലെ ചിക്കൻ കറിയും മട്ടൻ കറിയും ബിരിയാണിയും ഒക്കെ വെച്ചത് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് അവരവിടെ വെക്കുമ്പോൾ തന്നെ നമ്മളെ വീട്ടിൽ അതിൻ്റെ മണം വരുമെന്നുള്ളതാണ്. ആ മണം പിന്നീട് നമ്മൾ എന്തൊക്കെ ബിരിയാണി, ഞാൻ എത്രയോ തവണ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ. അത്ര മണവും അത്ര രുചികരവുമാണ് ആ വിഭവങ്ങളെല്ലാം. അതുപോലെ നമ്മുടെ ഡേറ്റ്സ് ഉണ്ടല്ലോ, അത് ഒക്കെ നമ്മളെ വീട്ടിൽ, ഈന്തപ്പഴം അതൊക്കെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ അത് നമ്മളെല്ലാവരും ഇങ്ങനെ പങ്കുവെച്ച് കഴിക്കുന്നതും ആ ഒരു കുട്ടിക്കാലം, ആ ഒരു കാലഘട്ടം ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം ഞാനിപ്പോൾ മിസ് ചെയ്യുകയാണ്. കാരണം ഇന്ന് നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഇങ്ങനെ വിഷ് ചെയ്ത് പോകുന്നതല്ലാതെ ആ ഒരു സൗഹൃദത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് അന്നുണ്ടായിരുന്ന അവരെല്ലാം പല പല കുടുംബങ്ങളിലേക്ക് മാരേജ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ആ ഒരു ഇത് കീപ്പ് ചെയ്യാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഓർമ്മകൾ, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഈദിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ, എൻ്റെ മനസ്സിൽ മായാതെ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാലും അങ്ങനെയാണ്. നമ്മൾ ഓണത്തിന് അവർക്ക് ഇതുപോലെ നമ്മളെ വീട്ടിൽ വയ്ക്കുന്ന അവിയൽ, അവരെപ്പോഴും പ്രത്യേകം പറയാം, അവിയൽ, സാമ്പാർ, തോരൻ, അതുപോലെയുള്ള വിഭവങ്ങൾ, കിച്ചടി, അതുപോലെ പ്രഥമൻ അവരെപ്പോഴും പറയാറുണ്ട്. ഞങ്ങൾ വെച്ചാൽ നിങ്ങൾ വെക്കുന്ന പോലെ എന്തായാലും ആ പ്രഥമൻ്റെ സ്വാദ് കിട്ടാറില്ല എന്നുള്ള കാര്യം അവരും വെക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് തോന്നുന്നത് എന്താ, നമ്മൾ വെക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് അവരുടെ മട്ടൻ കറിയും ബിരിയാണിയും ചിക്കനും ഒക്കെ, ചിക്കൻ കറിയും ഒക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ, അതൊരു സ്നേഹത്തിൻ്റെ ഇതാണല്ലേ, സ്നേഹത്തിൻ്റെ സന്ദേശമാണ് ഓരോ ആഘോഷങ്ങളും. അപ്പോൾ പിന്നെ പ്രാർത്ഥനയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇനി എത്ര ഇതിലിരിക്കുന്ന ആൾക്കാരായാലും ശരി, ഇനി ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ശരി, അവർ സമയത്ത് പ്രാർത്ഥിക്കുമെന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് അവരുടെ ദിനചര്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണെന്ന് ഞാൻ പറയും. ആ പ്രാർത്ഥനയുടെ ഐശ്വര്യവും ആ ഒരു ആത്മവിശ്വാസവും അവരിൽ എന്നും ഉണ്ടെന്നുള്ളത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ ഈ ഭാരതമെന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന എല്ലാ ഉത്സവങ്ങളും, എല്ലാ ആഘോഷങ്ങളും, എല്ലാ മതങ്ങളും ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണെന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ ജനിക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ വലിയ കാര്യമായി തോന്നുന്നു. ഒരിക്കൽ ഞാൻ മുംബൈയിലായിരിക്കുമ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് സ്കൂൾ കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഖുറാൻ്റെ ഒരു ചെറിയ പതിപ്പ് ആരോ മറന്ന് ട്രെയിനിൽ വെച്ച് പോവുകയുണ്ടായി. അത് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്, ഇതിനു മുമ്പ് ഒരു വ്ളോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഖുറാൻ്റെ വാക്യങ്ങളെന്ന് പറയുന്നത് അത്രയേറെ മാധുര്യം നിറഞ്ഞ വാക്കുകളാണ് എന്ന് എനിക്കത് ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീട് അത് ഏറെക്കാലം എൻ്റെ കയ്യിൽ തന്നെ ഞാൻ ഭദ്രതയോടെ സൂക്ഷിക്കുകയും പിന്നെ ഒരു മുസ്ലിം ഫാമിലി, ഞങ്ങളുടെ ഫ്ലാറ്റിനടുത്ത് താമസിക്കുന്ന ഒരു മുസ്ലിം ഫാമിലിക്ക് ഞാനത് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം മതപരമായൊരു ഗ്രന്ഥമാണ്, അതിനെ വെക്കേണ്ടത് അതിൻ്റേതായ ശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടിയാണ്. ആ രീതികൾ എനിക്ക് നന്നായി വശമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കൈമാറിയത്. അപ്പോൾ പിന്നെ ഇനിയും ഒരാഗ്രഹം ബാക്കിയാണ്. ഭീമാപള്ളിയിൽ ഒരു ദിവസം പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതൊരു വ്ളോഗായി ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അതൊരു നേർച്ച കൂടിയാണ്, എൻ്റെ ഭീമാപള്ളിയിലേക്ക് പോകാമെന്നുള്ളത് ഒരു നേർച്ച കൂടിയാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും ഈദ് ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിലും സ്നേഹം നിറയട്ടെ, സമാധാനം നിറയട്ടെ. അതുപോലെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ എല്ലാവരും ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണാം കേട്ടോ ഫ്രണ്ട്സ്.